കടൽ അതിമനോഹരിയാണ്. സങ്കടമായാലും സന്തോഷമായാലും ആ തിരയടിയിൽ എല്ലാം ഇഴകിച്ചേരുന്നു. സന്തോഷത്തിൽ കൂടുതൽ ഉണർവും സങ്കടത്തിൽ പുതിയ ചിന്തനങ്ങൾക്ക് ഊർജവുമായി നമ്മെ പുൽകി കടന്നു പോകുന്ന തിരകൾക്ക് ഏറെ മിഴിവാണ്. എങ്കിലും കാലം മായ്ക്കാത്ത ചരിത്ര കഥകളും ഈ കടലിന്റെ ഓളപ്പരപ്പിലുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാസ്കോഡ ഗാമ കൊളാച്ചി എന്ന് വിളിച്ചിരുന്ന തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള കുളച്ചലിലെ പണ്ടത്തെ കുളച്ചൽ തുറമുഖത്താണ്. ഇവിടെയാണ് 1741 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാവിക കമാൻഡറായിരുന്ന യൂസ്റ്റേഷ്യസ് ബെനഡിക്ട് ഡിലനോയും സംഘവും കേരള തീരത്ത് ആദ്യമായി എത്തിയതും തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയോടും സൈന്യത്തോടും യുദ്ധത്തിലേർപ്പെട്ടതും പത്മനാഭപുരം പിടിച്ചെടുക്കാൻ ശ്രമം നടത്തിയതും. എന്നാൽ മാർത്താണ്ഡവർമ്മയുടെ യുദ്ധതന്ത്രത്തിനു മുന്നിൽ ഡിലനോയ്ക്കും സംഘത്തിനും പിടിച്ചു നിൽക്കാനാകാതെ യുദ്ധത്തിൽ തോൽക്കുകയും യുദ്ധ തടവുകാരനാക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഡിലനോയി മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്തനാവുകയും തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്ന സ്ഥാനക്കയറ്റം ലഭിക്കുകയും ഏകദേശം 37 വർഷത്തോളം തിരുവിതാംകൂർ രാജാക്കന്മാരെ സേവിക്കുകയും മരണശേഷം തിരുവിതാംകൂറിന്റെ മണ്ണിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന ക്യാപ്റ്റൻ ഡിലനോയിയും ഈ കുളച്ചൽ തീരത്തിന്റെ ചരിത്ര കഥയിലുള്ളതാണ്.